എല്ലാവർക്കും ഡിസ്പ്ലേയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എൻ്റെ റൂം ക്ലീനാക്കാൻ പോവാണ്. 13 വീഡിയോ എടുത്തു. ഇപ്പോൾ തന്നെ 13 വീഡിയോ എടുത്തത്. അവൾ ചുമ്മാ ഇത് വേണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവളില്ല. അപ്പോൾ എൻ്റെ വൃത്തികെട്ട റൂമിൽ നിന്ന് വൃത്തിയാക്കാൻ പോവാണ്. എന്നാന്നറിയില്ല, ഈ ഞായറാഴ്ച മാത്രം എന്തോ ഈ വീടും ടോയ്ലറ്റും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടാലോ, അല്ലെങ്കിൽ ഈ ബെഡും കിടക്കയൊക്കെ ഒന്ന് വിരിച്ചിട്ടാലോ എന്നൊക്കെ ഭയങ്കര മോഹം തോന്നും. പിന്നെ ചെയ്യില്ല. അമ്മ പറഞ്ഞാൽ പിന്നെ ചെയ്യില്ല. കാരണം മര്യാദ ചെയ്യും. എന്നിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുമ്പോൾ അങ്ങനെ ഇത് ഹാളൊന്നും അടിച്ച് ഹാളൊന്നും കയറ്റിച്ചാ എന്നുള്ളവരെ. അപ്പോൾ ഇന്ന് ഈ റൂം വൃത്തിയാക്കാൻ പോണത്, ഈ വൃത്തികെട്ട റൂം. മിക്ക കളിപ്പാട്ടൊക്കെ മേളിലാണ്. ഇല്ല കാണാമായിരുന്നു. ഇവിടെ ഷോപ്പർ ഇവിടെയും കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ മേളിലും കുറേ ഐറ്റം ഉണ്ട്. ചെറിയൊരു റൂമാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഫോണിൻ്റെ അകത്ത് പുതിയ ഫോൺ അല്ല, പുതിയ ഫോണും പോട്ടെ, അപ്പയുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്തപ്പോൾ വന്നതാണത്. അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാൻ പറ്റണേ കേട്ടോ. അപ്പോൾ ഈ റൂമിൽ നിന്ന് വൃത്തിയാക്കാൻ പോകണം. കഴിച്ചോ ഒരു സഹായമില്ലാണ്ട് എടുക്കാൻ പറ്റില്ല. അമ്മ എടി അമ്മ വീഡിയോ എടുക്കാൻ വരുമോ? അതെ അവിടെ കിടക്കണുണ്ട് കേട്ടോ. എന്നാ കണ്ട അവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞോണ്ടിരിക്കാം. ഇത് കൊള്ളാലോ. അവിടെ നല്ല കുറ്റം പറഞ്ഞോണ്ടിരിക്കുകയാണ്. ആണെങ്കിൽ ആര് പിടിക്കുന്നതാണ് എനിക്കറിയില്ലാത്തത്. അപ്പം ഇതെവിടെയെങ്കിലും വെക്കണല്ലോ. എന്നാ പിടിച്ചോ. ഞാൻ പറയട്ടെ ചേട്ടയാണെങ്കിൽ ഞാൻ നേരത്തെ സംസാരിച്ചെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ പറയുന്നത് അതിന് ഞാൻ ഇത് ഫുള്ള് റെക്കോർഡിക്കാണ്. ഇത് വീഡിയോ എടുത്തോണ്ടിരിക്കുക. വാ എന്നാ പിടി. ഞാനടിക്ക് പറ്റുന്നത്. അയ്യേ, ഞാനാണ് വ്ളോഗർ, നീയാണോ വ്ളോഗർ? ഏത് വ്ളോഗറായാലും കുഴപ്പമില്ലല്ലോ. അതെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കുഴപ്പമുണ്ട്. അങ്ങനെ 593 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. എന്നിട്ട് പിടിക്ക് പറ്റില്ല. പിടിക്കേ പറ്റില്ല. ഒരു വേർപ്പേ പിടിക്കണേ. ഞാനിവിടെ വേർപ്പിൻ്റെ അസുഖമെന്നാണ് വിളിക്കുന്നത്. ഒരു പണിയും ചെയ്യൂല പണ്ട്. ഇപ്പോൾ ഇവിടെ അത് തന്നെ ആക്കാം. കാരണം പട്ടികളെ ചെവിയും കടിച്ചു വരച്ചോണ്ടിരിക്കുക. പട്ടിയുടെ ചെവിയും കടിച്ചു വരച്ചോണ്ടിരിക്കുക. ഇതാണ് എൻ്റെ വീട്ടിലെ കുഴപ്പം. വല്ല അനിയന്മാരും തിരിച്ചു അവർ സപ്പോർട്ട് ചെയ്തേനെ. അപ്പയമ്മയെ സപ്പോർട്ട് ചെയ്തിട്ടാ. അവർ വീഡിയോ എടുക്കാനെങ്കിലും അനിയന്മാർ വീഡിയോ എടുക്കാനെങ്കിലും സഹായിക്കും. ഇത് അതുപോലും ഇല്ല. ഇവിടെ വെച്ചേക്കാം. കാണത്തുണ്ടോ എന്നൊക്കെ ഡൗട്ട് ഇല്ലാതില്ല. ഞാൻ ഒന്ന് നോക്കട്ടെ ഇവിടെ ഏതൊക്കെയൊന്ന് കാണണേന്നാണ്. ഞാൻ അവിടെ സെറ്റ് ചെയ്യട്ടെ. അവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ ബിഗ് ഷോപ്പറിൻ്റെ അകത്താണ് ഞാൻ ഇടുന്നത് എല്ലാ കളിപ്പാട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറ്റിയിടും. ഹരിതകർമ്മസേനയൊക്കെ പ്ലാസ്റ്റിക് കയറ്റി വെക്കണോ ചേട്ടാ. ഇത് കണ്ടോ, 1000 രൂപയ്ക്ക് മേടിച്ച സാധനം ഇപ്പോൾ ഒരു ഉപകാരമില്ല. ആ സമയത്ത് ഒരു മോഹം ഉണ്ടാകും, ഇന്നില്ല. അത് ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങൾ 3 പേരെ എനിക്കും അമ്മൂനോ അന്നമ്മയ്ക്കും ആദ്യത്തെ ഇതായിരുന്നു എക്സൈറ്റിങ്. അത് കഴിഞ്ഞില്ല. അപ്പം ഏതോ ഹോട്ടലിൻ്റെ കാട് വേറെ പണിയില്ല. കട്ട ഉണ്ടായിരുന്നു അടുപ്പിന്നത് 2 ഉണ്ട്. ഇവിടെ കൂടുതലും വെജിറ്റബിൾ ഐറ്റംസ് ആക്കണം. കാരണം എൻ്റെ പെങ്ങൾ ഓരോ വീഡിയോ കാണും വെജിറ്റബിൾ മുറിക്കണേ വെട്ടണേക്കെ. എന്നിട്ട് ഓരോ കട ചെല്ലും തോറും പറയും
അപ്പം ഇത് മേടിച്ചോ. ഇവിടെ ഇപ്പോൾ 30,000 വെജിറ്റബിൾസിന് ഉണ്ട് കേട്ടോ. വെജിറ്റബിൾ കുറേ സാധനമൊക്കെ ഉണ്ട്. കണ്ടോ, അവൾക്ക് വേണ്ടി മേടിച്ച പ്ലേറ്റാണ് ഞങ്ങളിപ്പോൾ മേടിക്കുന്നത്. വലിയൊരു വാങ്ങണം. എനിക്ക് കണ്ട് മേടിച്ചു തന്നെ കുഞ്ഞ്. അമ്മൂന് കുഞ്ഞിന് മേടിച്ചു കേട്ടോ. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇതൊന്ന് ഇനി ഇതൊന്ന് കയറ്റി വെക്കണം. നിങ്ങളെ കാണിച്ചു തരാം. കയറ്റി വെക്കണ സ്ഥലം ഉണ്ടോ. ഈ സ്ഥലത്താണ് നിങ്ങൾ കയറ്റി വെക്കണം. പക്ഷേ ഇന്നിവിടെയല്ല കയറ്റി വെക്കണേ. ഇതിൻ്റെ മേളിലാണ്. ഇനി ഇവിടെ നിന്ന് കളിപ്പാട്ടം കയറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കാരണം അത് എടുക്കാൻ ഇച്ചിരി ഡേഞ്ചറസ് ആണ്. കാരണം എങ്ങാനും ഇതുപോലെ അങ്ങ് ഷേക്കായി പോയിട്ട് അങ്ങനെ അടിച്ച് വീണാൽ പിന്നെ വീഡിയോ കുളമായില്ലേ. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് അവിടെ മേളിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കേട്ടോ. എല്ലാവരും മേടിക്കൊന്നും വേണ്ട കേട്ടോ. വീഡിയോ നിർത്തി പോകുന്നതല്ല ഗൈസ്. കണ്ടോ, ഇത്രയും വൃത്തിയാക്കി. ബാക്കി ഇനി വൃത്തിയാക്കണം. അപ്പോൾ ബാക്കി ഇനി വൃത്തിയാക്കണം. അപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഉണ്ട് കേട്ടോ ഗൈസ്, ഒരു കോള് തരും. അപ്പോൾ ബാക്കി കൂടെ വൃത്തിയാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി കൂടെ വൃത്തിയാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ വൃത്തിയാക്കിയ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ പട്ടിക്കാടും തൊട്ട് പൂച്ചയില്ലല്ലോ അല്ലേ. പട്ടി കയറാറില്ലല്ലോ അല്ലേ. എലി പല്ലി എങ്ങനെയത് ഓറഞ്ചിന് 1 വർഷം മുമ്പുള്ള ഓറഞ്ചിന് തൊലിയാന്ന് തോന്നുന്നു. എവിടെ കാണാനില്ലല്ലോ. എവിടെ ഇത് കണ്ടിട്ട് എന്നാന്ന് മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ അത് മര്യാദയ്ക്ക് കാണത്തില്ലല്ലോ അല്ലേ. എവിടെ ഇത് കണ്ടിട്ട് മനസ്സിലായില്ല. ഇപ്പോഴേ ഇത് ഓറഞ്ചിൻ്റെ തൊലിയാട്ടോ. ഓറഞ്ചിൻ്റെ പറ്റിയ ഇടയ്ക്ക് വെച്ചുള്ള ആ തൊലിയില്ല, അതാട്ടോ ഞാൻ പൊളിച്ചുകൂടി എടുത്തിട്ടുണ്ട്. കാരണം അവിടെ അത് തുക്കണി കൈ വെച്ച് തൂക്കണ്ടേ, പറ്റില്ല. അതുകൊണ്ട് വെല്ലല്ലാതെ ചൂണ്ടൽ ചേച്ചി അമ്മ തല്ലി കൊല്ലാണ്ട് ചെയ്താൽ മതിയായിരുന്നു. കമ്പിപ്പാരെടുത്തോണ്ട് വന്നു. ഇന്നലെ കരികൾ കാണാൻ വേണ്ടി സെറ്റായിരുന്നു. ഇതിൻ്റെ അകത്തൊരു ഉള്ളി ഉണ്ടല്ലോ. ഇത് തുള്ളി ഇതെല്ലാം ഉണ്ടല്ലോ. ഇവളുടെ എൻ്റെ കുടുക്കുണ്ടായിരുന്നു. കുടുക്ക പൊട്ടിച്ചപ്പോൾ മേടിച്ചാട്ടോ. എല്ലാവർക്കും വീതം വെച്ച് മേടിച്ചേ. ഉണ്ടോ സ്പോഞ്ചോ അതിൻ്റെ അകത്ത് മിഠായി മുളക് പൊടിയോ ആ സാധനം കണ്ടിട്ടായിരുന്നു അന്നമ്മ എടുത്ത് തിന്നേനെ. അവളില്ലാത്തോണ്ട് എന്നാ പണിയത്. ഫോണൊരു കയ്യിൽ ചൂലൊരു കയ്യിൽ. അമ്മമാരൊക്കെ സമ്മതിച്ചില്ല. ഇത് ബെഡ്ഷീറ്റ് സാധനം ഇത് കണ്ടിട്ട് എനിക്ക് വേറെ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. കട്ടൻ ചായയും കണ്ട് ഒഴിച്ചിട്ടേക്കാ. അവിടെ അതെ ഇവിടുത്തെ സാധനം പറിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഇവിടുത്തെ അടിച്ചേരിയിലും കുഴപ്പമില്ല. ആൾക്കാർ കാണുമ്പോൾ വൃത്തിയിടേണ്ട പോലെ. ഈ പോസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഫോണിൻ്റെ ആപ്പ് വെച്ച് വരച്ച ഒരു ഫോട്ടോ ഉണ്ട്. ഗോജുയുടെ ഒരു പടമുണ്ട്. എന്നാ വെച്ച് ഇതാണ് എൻ്റെ അമ്മക്ക. അത് മൊട്ടാമത്തെ ഇതും നേരത്തെ ദോശ അതാ കളിച്ച മതി. കണ്ടോ എന്തൊരു വീട്. എന്തൊരു വൃത്തിയുള്ള വീടാന്ന് നോക്കി. കണ്ടോ ഇത് വലുതായതിൻ്റെ കാരണം ഇപ്പം ഇവനൊരു ഫംഗസ് ഉണ്ടായിരുന്നു. അപ്പോൾ വലുതായതാട്ടോ. ഇതുപോലെ ഒരുത്തൻ ഇതുപോലത്തെ സെയിം ഫംഗസ് വന്നപ്പോൾ
മരിച്ചു പോയപ്പോൾ അതിനെ പിടിച്ച് വറുത്തതിൻ്റെ വീഡിയോ ആണ് ഞാൻ മറ്റേ യൂട്യൂബിൽ എൻ്റെ തോട്ടിയത് പിടിച്ചതെന്ന് പറഞ്ഞിട്ട് ഇനി പോസ്റ്റർ ഉണ്ടാക്കില്ല വാ കമൺ കമൺ അവളുടെ സ്ലിപ്പറാണ് പാട്ട് മത്സരത്തിന് മുമ്പ് എല്ലാവരും ചെവിക്കല്ലും പൊട്ടിക്കാൻ തീരുമാനിച്ചോ? എന്റെ ബുക്കല്ലേ എന്റെ ബുക്ക് ഇതെങ്ങാനും ഈ പേര് കീറിയെങ്കിലോ കീറിയെങ്കിൽ മൂസം എന്റെ മുട്ടോല് കീറി അല്ലമ്മ ഓളി ചേർന്ന് ചെടി എന്നാ പടം വരയ്ക്കുന്ന വെൽക്കംകാടല്ല ഇതിലൊന്നും ഈ പെൻസിൽ വെച്ച് ഇങ്ങനെ ഒരു ഏരിയയിലാണ് നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോയി പറഞ്ഞില്ല വെൽക്കം കാർഡ് ഈ വെൽക്കം എന്നുള്ളതല്ലേ കേസ് റേറ്റിംഗ് അറിയില്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും തരച്ച് വെക്കാം കാരണം ഉപയോഗിക്കുന്നത് ഇതെന്നാ ഭാഷ മര്യാദയ്ക്ക് എടുക്കുക ആൾക്കാർക്ക് മനസ്സിലായാൽ മതി ഞാനോട്ട് ഇപ്പം സാധനം കണ്ടിട്ടോ കണ്ട ഇത് ഗോജു ആണെന്ന് തോന്നുന്നു എനിക്ക് പറഞ്ഞ പേരൊന്നും അറിയില്ല ഞാൻ വരച്ച ലാപ്പ് ചോദിച്ചാൽ ഞാനും അതിൻ്റെ അടിയിൽ കൊണ്ടേ കമൻറ്റ് ഉണ്ടായില്ല അയ്യേ വളം വരയ്ക്കാൻ അറിയില്ല അയ്യേ കുയി കുയി ഞാനും അതിൻ്റെ അടിയിൽ കൊണ്ടേ കമൻറ്റ് ഉണ്ടായില്ല എന്താണ് ഓ ഗംഗായേ പോയി പൊട്ടി പിന്നെ എനിക്കല്ല എല്ലാവരും അവരുണ്ടായിരുന്നു ഇതിനൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ എന്തൊരു സ്നേഹം സ്നേഹമല്ല അനിയനാന്നും കരുതിയത് ഇതുപോലത്തെ വാഴയാവുമെന്ന് കരുതില്ല ഉണ്ടായിരിക്കണേ ഇനി ഇങ്ങോട്ട് വഴക്കം ഉണ്ടാക്കിയിരുന്ന വീഡിയോയുടെ സമയം വീഡിയോയും പൊളിഞ്ഞു സമയം എല്ലാവർക്കും സാധാരണ സാധാരണ ഒരിക്കലോട്ട് അറിയുമില്ല എന്നോട് ഉള്ള പേജിൽ കിട്ടിയ ഈ മനുഷ്യൻ്റെ പടം വരച്ചേക്കാം ആരുടെയാണെന്നൊന്നും ചോദിച്ചാൽ കേൾക്കട്ടെ എനിക്കറിയില്ല ചുമ്മാ വരച്ചിട്ടേക്കാം എന്നിട്ട് മീൻ മീൻ എഴുതി വെച്ചേക്കാം ഞാൻ എഴുതി വെച്ചേക്കാം അത്യാവശ്യം കുഴപ്പം സാധനം വരച്ചേക്കാം അല്ല ഞാനിരിക്കും നിന്നോട് ഞാൻ ആരെങ്കിലും ചോദിച്ചോ അഭിപ്രായം ചോദിച്ചോ എന്നോട് ചോദിക്കണ്ട കേട്ടോ പൊട്ടിയെടുങ്ങി പൊട്ടിയാ കഴിച്ചിട്ട് എഴുതേക്കട്ടെ കഴിച്ചിട്ട് എഴുതേ അതാത്തില്ലേ കവറെന്തേലേ അല്ലെങ്കിൽ ഒക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പന്ന ഇവർക്ക് എന്ത് ചെയ്തെടുത്താലും അതൊന്നും ഓർമ്മയില്ല വൃത്തിയായിട്ട് അടിക്കണേന്ന് നോക്കി അടിച്ചല്ല ഞാൻ അടിക്കണ കാണിച്ചത് അടിച്ചകളുണ്ടോ എന്തോ ജാടയുള്ളവരെയൊന്നും ഞാൻ വീട്ടിൽ കയറ്റാറില്ല പക്ഷേ വീഡിയോയിൽ കയറ്റാറില്ല ഇതേക്കണ്ടേ ചെവി ഇച്ചിരി വലുതായിപ്പോയി കൈ ഇച്ചിരി വലുതായിപ്പോയി ഇത് മീൻ എഴുതണ്ടേ എൻ്റെ
കുറച്ച് കൂട്ടുകാരുണ്ടാകും അവന്മാരുടെ വീടല്ലേ ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമല്ലാത്തത് ഫേസ് കളർ എന്തി ആ കളർ തന്നെ ആയിരിക്കാം. അപ്പോൾ ഇവന്മാരെ സാധിച്ചില്ല. അപ്പോൾ വേറെ പടം വരച്ചിട്ടില്ല. ഒന്ന് വരയ്ക്കാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷേ മറന്നുപോയി. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ എന്നെ വരയ്ക്കുന്നൊന്നും അറിയില്ല. ഞാനൊരു സാൻഡേലും കഴിച്ചിട്ടാണ്. അപ്പോൾ റൂം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അവിടെ ലൈറ്റും വേണം കോഫി. ആ കണ്ടേ ആ അമ്മയുടെ ഏട്ടാ ഇത് എഴുതി വെക്കാനുള്ളത്. ഇവിടെ എനിക്ക് വൃത്തിയാക്കണം. ഈ സാധനം ഇവിടെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോസ് കാണിച്ചു അല്ലല്ലോ. അമ്മൂസാനായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം കൊണ്ടിലൂടെ അറിയിക്കുക. ബൈ ആയില്ല, സോറി. ഇതെന്താ വീഡിയോസ് കാണിച്ചു അല്ലല്ലോ. അമ്മൂസാനായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേരെ. 600 ഞാൻ ഗോപ്രോയുടെ അൺബോക്സിങ് ആയിരിക്കും അത് ചെയ്യുന്നതായിരിക്കും. 600 ഞാൻ ഒരു ഗോപ്രോ പറ്റുമെങ്കിൽ മേടിക്കും. അപ്പോൾ ബൈ.